അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഹിബീങ്ങളെ, ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അസ്മാഉൽ ഹുസ്നയിലെ അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽപ്പെട്ട ഒരു നാമത്തെക്കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ്. ഏതാണ് ആ നാമം? യാ മാലിക് യാ അല്ലാ എന്ന അതിമഹത്തമായ ഒരു ഇസ്മിനെ കുറിച്ചാണ്. ഈ നാമത്തിൻ്റെ അർത്ഥം സകല പ്രപഞ്ചങ്ങളുടെയും ആധിപത്യ രാജാധിരാജൻ, എല്ലാ കാര്യങ്ങളുടെയും യഥാർത്ഥ ഉടമ എന്നാണ്. ഈ ലോകത്ത് നാം കാണുന്ന എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. ഈ മഹത്തായ ഇസ്മിനെ പണ്ഡിതന്മാർ വിവരിച്ചത് നിരവധി ആത്മീയ ഗുണങ്ങളുമുണ്ട്. അതിൽപ്പെട്ട കുറച്ച് ഗുണങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് പോകുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കേൾക്കാനായിട്ട് നോക്കുക ഇൻഷാ അല്ലാഹ്. ഈ ഇസ്മ എല്ലാ ദിവസവും ഉച്ച സമയത്ത് 100 പ്രാവശ്യം പതിവായി ചൊല്ലുന്നവർക്ക് അള്ളാഹു മനസ്സിൻ്റെ ശുദ്ധിയും ആത്മീയ തെളിച്ചവും നൽകുമെന്നും ഹൃദയത്തിലെ പല മാനസിക മാലിന്യങ്ങളും നീങ്ങാൻ കാരണമാകുമെന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ സുബ്ഹി നിസ്കാരത്തിന് ശേഷം 121 പ്രാവശ്യം ഈ ഇസ്മ പതിവാക്കുന്നവർക്ക് അള്ളാഹു തൻ്റെ അനുഗ്രഹത്താൽ ഐശ്വര്യവും ബറക്കത്തും നൽകുന്നതാണ്. കൂടാതെ ദിവസവും 99 പ്രാവശ്യം ഈ സിക്ർ പതിവാക്കിയാൽ, അല്ലെങ്കിൽ ഈ ഇസ്മ പതിവാക്കിയാൽ അള്ളാഹു അവന് ഉപകാരപ്രദമായ ഇൽമും മഅ്ഫിറത്തും നൽകുന്നതാണ്. അത്രയ്ക്കും മഹത്വമുള്ള ഒരു ഇസ്മ തന്നെയാണ് യാ മാലികു യാ അല്ലാ എന്ന അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽപ്പെട്ട ഒരു ഇസ്മ. ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഈ മഹത്തായ ഇസ്മ നിങ്ങളുടെ ദിവസേനയുള്ള ഔറാദുകളിൽ ഉൾപ്പെടുത്തുക, അഥവാ എപ്പോഴും ഈ ഇസ്മ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഈ മഹത്തായ ഇസ്മിൻ്റെ മഹത്വം കൊണ്ട് എല്ലാ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മാറ്റി സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ.